വോട്ടിൽ CPM-നെ നിലംപരിശാക്കിക്കൊണ്ട് ഷാഫി കോട്ട പണിതിരിക്കുന്നു. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അട്ടിമറി നടന്നിരിക്കുകയാണ്. LDF-ലെ ഒരു വോട്ട് UDF-ന് ലഭിച്ചതോടെയാണ് കളിയും കഥയും മാറിയത്. ഡിവിഷൻ 14-ൽ LDF-നും UDF-നും നേരത്തെ 7 വീതം സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. LDF-ന്റെ വോട്ട് ലഭിച്ചതോടെ പ്രസിഡന്റായിട്ട് കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ വിജയിക്കുകയായിരുന്നു. 2 അംഗങ്ങളുള്ള RJD-യുടെ ഒരംഗം വോട്ട് മാറി ചെയ്തതോടെയാണ് UDF-ന് അധ്യക്ഷ പദം ലഭിച്ചത്. അബദ്ധത്തിൽ വോട്ട് മാറി ചെയ്തു എന്നാണ് പ്രാഥമിക വിവരം. രജനി തെക്കേത്തൈയിലാണ് വോട്ട് മാറി ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ RJD നേതാക്കളോ LDF നേതാക്കളോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കോഴിക്കോട് മൂടാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തർക്കമുണ്ടായിരുന്നു. ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായി മാറി. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് LDF ആവശ്യമുന്നയിച്ചു. തർക്കത്തിന് പിന്നാലെ നറുക്കെടുപ്പ് നടത്തി LDF പ്രതിനിധി അഖില പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അട്ടിമറി നടന്നുവെന്ന് UDF പ്രവർത്തകർ ആരോപിച്ചിരുന്നു. എറണാകുളത്തോ LDF അംഗത്തിന്റെ വോട്ടിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ UDF വിജയിച്ചു. 15 വർഷമായി LDF ഭരിക്കുന്ന ചേലക്കരയിൽ LDF അംഗം രാമചന്ദ്രൻ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടാണ് UDF അംഗമായ T ഗോപാലകൃഷ്ണൻ വിജയിച്ചു കയറിയത്. വിജയിച്ച വിവരമറിഞ്ഞതോടെ UDF-ന്റെയും ജനകീയ മുന്നണികളുടെയും മികച്ച വിജയമാണിതെന്നും ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണെന്നും വിജയം തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിലേക്ക് കോട്ടയിൽ രാധാകൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ഓടിയെത്തി. മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ കോട്ടയിൽ രാധാകൃഷ്ണൻ നടപ്പിലാക്കിയ ആർട്ട് ഗാലറി, തീരദേശ വികസനം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ എന്നിവയുടെ തുടർച്ച ഇനിയുണ്ടാകുമെന്നും ഷാഫി ഉറപ്പു നൽകി. UDF-ന്റെ മുന്നേറ്റം വടകര കൂടാതെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലും പ്രകടമായിരുന്നു. ഏകദേശം 25 വർഷത്തിന് ശേഷം കൂത്തോളി, ചക്കിട്ടപ്പാറ പഞ്ചായത്തുകളിലും 35 വർഷത്തിന് ശേഷം പുറമേരി പഞ്ചായത്തിലും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് ചരിത്ര നേട്ടമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രകോപനമില്ലാത്ത രാഷ്ട്രീയമായിരുന്നു ഇത്. വിജയമായാലും പരാജയമായാലും ഓഫീസുകൾ തകർക്കുന്നതോ ആക്രമണം നടത്തുന്നതോ ആയ രാഷ്ട്രീയം UDF-ന് ഇല്ല എന്നുകൂടി ഷാഫി ഇവിടെ ഉറപ്പിക്കുകയായിരുന്നു. ഏറാമല പോലെയുള്ള ഇടങ്ങളിൽ എതിരാളികൾ നടത്തുന്ന അതിക്രമങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും നാടിന്റെ സമാധാനത്തിനായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. KK രമയും ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ഷാഫിയുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനകീയ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ജനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് നേരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ പാറക്കലും ബഹുമാന്യായ MLA-യും പ്രിയപ്പെട്ട വേണുവേട്ടനും ജനകീയ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഒരു കാര്യം, ജനങ്ങൾ ജനകീയ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് വോട്ടെടുപ്പിൽ അംഗങ്ങളും ജനകീയ മുന്നണിക്കൊപ്പം നിന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. എന്താണെങ്കിലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തെല്ലു അഹങ്കാരമില്ലാതെ കൂടുതൽ വിനയത്തോടെ കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം പ്രിയപ്പെട്ട ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി ഇവിടെ സാധ്യമാക്കും. കഴിഞ്ഞ തവണ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നിരവധിയായ നവീനമായ ഒരുപാട് പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 കൊല്ലക്കാലത്തിനിടക്ക് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കേണ്ടായി. ആർട്ട് ഗാലറി തൊട്ട് തീരദേശ മേഖലയിലെ ഇടപെടലുകൾ വരെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലുള്ള അതിനൊക്കെ തുടർച്ചയുണ്ടാകും. ഈ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത് 100% ജനങ്ങൾ അംഗീകരിക്കും. ഇതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി ഉള്ളത്, നമ്മുടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് കൂടി UDF-ന് ലഭിച്ചിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത്, പേരാമ്പ്ര പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, കൂത്താളി പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, അതുപോലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, അതുപോലെ തന്നെ ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടില്ല അവിടുത്തെ പറഞ്ഞിട്ടില്ല അവിടെ ചെറുവണ്ണൂർ നിലനിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചരിത്ര നേട്ടം അവിടെ സാധ്യമായി. വടകര ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ പറ്റിയത്, കുറ്റ്യാടിയിലേക്ക് കടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മണിയൂർ എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമെന്ന് പലരും വിധി എഴുതിയെടുത്ത് ജനങ്ങൾ ഈ പറയുന്നത് പോലെ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിച്ചിട്ടാണ് അവിടെ ജനകീയ മുന്നണിയുടെ വിജയം മണിയൂരിൽ സാധ്യമായത്. പുറമേരി പഞ്ചായത്തൊക്കെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംവിധാനമായിരുന്നു. 35 വർഷം 3.5 പതിറ്റാണ്ടിന് ശേഷം ഉണ്ടാകുന്ന ചരിത്ര നേട്ടങ്ങളിലേക്ക് UDF-നെ ജനകീയ മുന്നണിയൊക്കെ കൈപ്പിടിച്ച് നടത്തിയ വടകരയിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. അവരർപ്പിച്ച വിശ്വാസം കാക്കുന്ന പ്രവർത്തനങ്ങളിൽ താഴെത്തട്ടിൽ ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഭരണസമിതികൾ, ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി നടപ്പിലാക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക,
ഞങ്ങളുടെ ജയമോ പരാജയമോ രണ്ടും ഒരാൾക്ക് നേരെയുള്ള അതിക്രമത്തിനോ ഏതെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡുകളോ ഒരു ഓഫീസുകളോ ഒന്നും തകർക്കുന്നതിനുള്ള കാരണമായി ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അത് ജനങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇവിടെ ചിലർ ജയിച്ചാലും പ്രശ്നമാണ്, പരാജയപ്പെട്ടാലും പ്രശ്നമാണ്. രണ്ടിൻ്റെയും പേരിലുള്ള പ്രതികരണങ്ങൾ അതിര് കടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഏറാമല ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒരു പ്രകോപനവും UDF ജനകീയ മുന്നണിയോ സൃഷ്ടിക്കുന്നില്ല. ഞങ്ങൾ ജനവിധിയെ ആദരവോടുകൂടി നോക്കിക്കണ്ട് വിനയത്തോടെ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. തുടർന്നും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം. ഇതൊക്കെ പൂർത്തിയാവണമെങ്കിൽ ഒരു വോട്ടും കൂടെ ഉണ്ട്. അതും കൂടെ ജനങ്ങൾ അവരുപയോഗിച്ച ഇത്തരത്തിൽ വളരെ ചിന്തിച്ച് ഉപയോഗിച്ച ഈ വോട്ടവകാശം പോലെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അവർ അങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വടകരയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഏറാമല പഞ്ചായത്തും ഒഞ്ചിയം പഞ്ചായത്തും ഒക്കെ ഇവിടെ വലിയൊരു ഫൈറ്റിലാണ് നിലനിർത്തിയിരിക്കുന്നത്. അഴിയൂർ പോലും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോൾ ചില വാർഡിൻ്റെ വോട്ട് കണക്കൊക്കെ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ചില വോട്ടിംഗ് പാറ്റേൺ ചില വാർഡുകളിലുണ്ട് എന്നുള്ളതും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പം ജനങ്ങൾ ഇവിടെ ജനകീയ മുന്നണിക്കൊപ്പമുണ്ട്, UDFനൊപ്പമുണ്ട്. അവർക്കൊരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. പ്രിയപ്പെട്ട കോട്ടയം